അതേമാതിരി നമ്മുടെ വീട്ടിലെ ഷോപ്പ് ഉദ്ഘാടനം ഇത് അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇത്? അമ്പലങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തൂക്കുമല്ലോ. ചെങ്ങന്മാരെ എല്ലാവിധ പൂക്കളും ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്ന പൂ നോക്കി നിങ്ങള് 1000 ഇതളുള്ള പൂവാണിത്. എന്ത് രസല്ലേ കാണാനേ. ഹലോ ഗൈസ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മളെ പാലക്കാട് നമ്മളെ പൂ മാർക്കറ്റിലേക്ക് വന്നിരിക്കണം കേട്ടോ. നമ്മളെ KKM ഫ്ലവേഴ്സിലാണ് ഇപ്പോൾ നമ്മളിപ്പോ ഉള്ളത് കേട്ടോ. ഇത് നമ്മളെ അൻഫ്ലബ്രോ ആണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമ്മളെ കൂട്ടാണ് അവര്. അപ്പൊ നമ്മളെ വീഡിയോ അവര് കാണലുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ മാർക്കറ്റിലേക്ക് വരാൻ കാരണം. അപ്പൊ എന്തൊക്കെയാണ് അൻഫ്ലബ്രോ വിശേഷങ്ങൾ? സുഖനല്ലേ? സുഖമാണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വർക്കും കാര്യങ്ങളും കച്ചവടം കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ സീസൺ ആണ് അല്ലേ? ശബരിമല സീസൺ. ശബരിമല സീസണും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷം. കല്യാണമാലിന്റെ വർക്കാണ്. ഇത് കല്യാണമാലത്തിൽ നാളത്തേക്കുള്ള ഓർഡർ ആയിരിക്കും നാളെ രാവിലേക്കുള്ള. റോസ് എടുത്തിട്ട് പൊട്ടിച്ചിട്ട് റോസിനെ നമ്മളെ പൊട്ടിച്ചിട്ട് ഓരോ ഏതലാക്കിയിട്ടാണ് ഈ വർക്ക് ഓരോ മടക്കിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. അപ്പൊ നമ്മള് നല്ല രസമുണ്ടാവും കാണാൻ. അത് ശരി. ഓക്കെ ഓക്കെ. ഇതെല്ലാം അടിപൊളിയാണല്ലോ. അപ്പൊ ഈ ഒരു വർക്ക് നാളേക്കുള്ളതൊക്കെ ആവില്ല? ഇതൊക്കെ നാളേക്കുള്ളത് റെഡിയാക്കി ഫിനിഷിംഗ് ആയിട്ടില്ല. ഓക്കെ, നാളെ രാവിലെ പൊന്നിൻ വിലയാണ് മുല്ലപ്പൂന്. ഓക്കെ. പിന്നെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മുല്ലപ്പൂ മഞ്ഞുകാലം കഴിഞ്ഞാൽ പൂവിന് വില കൂടും. വില കൂടും. ഫെബ്രുവരി ആകുമ്പോ മുല്ലപ്പൂ കിലോന് 400 രൂപ 300 രൂപ ഉണ്ടാവുള്ളൂ. അത് ശരി. പക്ഷെ അതേ സാധനം ഡിസംബർ ജനുവരിയിൽ 4000-5000 രൂപ. അത്രയൊക്കെ ആവും അല്ലേ? മഞ്ഞ് പെയ്യുന്ന സമയങ്ങളിൽ മുല്ലപ്പൂന് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു 100 കിലോ വരുന്ന തോട്ടങ്ങളിൽ നിന്ന് ചിലപ്പോ ഒരു 2 കിലോ 3 കിലോ മുല്ലപ്പൂ കിട്ടുള്ളൂ. ഇതെന്ത് പൂവാണേട്ടാ? ഇത് ബാംഗ്ലൂർ മുല്ല എന്ന് പറയും. ഇതാണ് ഇപ്പൊ സീസൺ. വിരിഞ്ഞിരിക്കും, ഗുണം ഉണ്ടാവോ, വാസന ഉണ്ടാവില്ല. അങ്ങനെയാണോ? തല നിറയെ വെക്കാൻ പറ്റും. പക്ഷെ വാസന ഉണ്ടാവില്ല. പക്ഷെ എല്ലാരും നമ്മളെ മുല്ലപ്പൂ തന്നെ ഉപയോഗിക്കാൻ എല്ലാരും വാങ്ങുന്നത് ആ മുല്ലപ്പൂരിക്കും. അത് ശരി. തിരുവാതിരക്കളി കുട്ടികളുടെ പ്രോഗ്രാമിനൊക്കെ ഇത് ഉപയോഗിക്കാൻ നല്ല രസം ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ. പിന്നെ നമ്മുടെ കടയിൽ ഒരു 75 വയസ്സായ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. 77 വയസ്സായ വ്യക്തി പാരമ്പര്യമായിട്ട് പൂക്കാരനാണ്. ആരാണ്? നോക്കിക്കോ, അദ്ദേഹത്തെ നോക്കൂ. പുരാവസ്തു ആണല്ല, ആള് ചുള്ളാനാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ ഇവിടെ വയസ്സായിട്ടൊരു ഏട്ടൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പോയി നോക്കാം ഇവര് എന്താണ് ചെയ്യണത്. ഏട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? അവർക്ക് മൈക്കൊന്ന് കൊടുക്കൂ. നല്ല സുഖാണ് അല്ലേ? വർക്കൊക്കെ എങ്ങനെ പോണോ? വർക്കൊക്കെ നല്ല പോണുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പൂ മാർക്കറ്റിൽ വന്നപ്പോഴേ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ 77 വയസ്സായോ ഏട്ടന്? ഇപ്പോഴും ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉഴച്ച് സമ്പാദിക്കുന്ന അതാണ് നമ്മള്. അതെ അല്ലേ? എന്തിനെങ്കിലും അവര് ഇത്രയും വയസ്സിൽ അവര് വർക്കെല്ലാം ചെയ്തിട്ട് അവര് എന്തിനാണല്ലോ അത് തമാശയായി. എന്തിനും സന്തോഷമായി ഇവിടെ വന്നതിലും. അങ്ങനെയാണല്ലേ? ഇവിടെ എല്ലാരും നല്ല ഹാർഡ് വർക്കിലാണ് ഉള്ളത്. എന്തായാലും 60 വർഷമായോ ഈ വർക്കില്? അതല്ലേ? 15 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് 2-3 സുഹൃത്തുക്കൾ ഉടനെ പൂ വർക്കിലാണ് ഉള്ളത്. അപ്പൊ അവര് നല്ല സ്പീഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്പലങ്ങളൊക്കെ ഉള്ളതാണ് ഇത്. ഓക്കെ. അതേമാതിരി നമ്മുടെ വീട്ടിലെ ഷോപ്പ് ഉദ്ഘാടനം. ഇത് അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇത്? അമ്പലങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തൂക്കുമല്ലോ. ഓക്കെ. അതിനു കൂടെ വേറെ മല്ലികമാലയൊക്കെ തൂക്കും. മല്ലികൊക്കെ ഉണ്ട് അല്ലേ? ഇത് നന്നായിട്ടുണ്ട്. ഒരുപാട് ലെങ്ത് ഉണ്ടല്ലോ. നല്ല അതേമാതിരി വീട്ടിന്റെ കട്ടില വീട്ടിന്റെ കട്ടില തന്നെ 2 സൈഡായിട്ട് തൂക്കും. അങ്ങനെ. അതിലേക്കുള്ളതാണ് ഇത്. ഏട്ടാ, ഈ ബക്കറ്റിൽ വെച്ച പൂക്കളൊക്കെ എന്താണ്? ഈ ബക്കറ്റിൽ വെക്കുന്ന പൂവ് വെള്ള, വൈറ്റ്, മഞ്ഞ എന്നൊക്കെ കണ്ടില്ലേ? അത് ജറവറ പൂ പറയും. ഡെക്കറേഷനും അതേമാതിരി കാർ ഡെക്കറേഷൻ. അത് ലിപ്സൺ ബേബി ബർത്ത്. ഇത് ഹൈബ്രിഡ് മിൽക്ക്. എല്ലാം നമ്മുടെ ബക്ക, കാർ ഡെക്കറേഷൻ പോലുള്ള ബക്ക, സ്റ്റേജ് ഡെക്കറേഷൻ എന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്തിനാണെങ്കിലും ഞാൻ നിങ്ങളുടെ ഷോപ്പിന്റെ പേരും കോണ്ടാക്ട് നമ്പറും ഒക്കെ നമ്മളെ വീഡിയോയുടെ താഴെ കൊടുക്കും. അപ്പൊ ഇവിടുന്ന് 2 സുഹൃത്തുക്കൾ നല്ല ഹാർഡ് വർക്ക് തന്നെ ഉള്ള കേട്ടോ. ചെറുപ്പം മുതലേ ഇവര് പൂവല്ലാണ്ട് വേറെ തൊഴിലറിയില്ല. വേറെ തൊഴിലറിയാത്താണ്. KKM ഫ്ലവർ, പാലക്കാട് പൂ മാർക്കറ്റ്. കല്യാണമാലകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. KKM ഫ്ലവർ, KKM പൂ മാർക്കറ്റിലാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത്. അതുപോലെ മുല്ലപ്പൂവ്, കല്യാണമാല, അതേമാതിരി അമ്പലത്തിലേക്കുള്ള ഡെക്കറേഷൻ ഐറ്റംസ്,
പിന്നെ പൂജക്കുള്ള പൂജാദ്രവ്യങ്ങൾ എന്ന് പറഞ്ഞ എല്ലാ പൂക്കളും തെച്ചി, തുളസി, താമര, അരളി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ അവിടെ ലഭ്യമാണ്. അപ്പൊ സുഹൃത്തുക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുമാതിരിയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനി മുന്നോട്ടേക്ക് വരും. അടുത്ത വീഡിയോ കണ്ടുവരിക്കും. ഓക്കെ, ബൈ.